നമസ്കാരം. ഇന്ന് നമ്മൾ വ്യാഘ്രാസനമാണ് പഠിക്കുന്നത്. നടുവേദനയുള്ളവർ വ്യാഘ്രാസനം എങ്ങനെ ചെയ്യണം, ഗർഭിണികൾ വ്യാഘ്രാസനം എങ്ങനെ ചെയ്യണം, ഇനി ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും നട്ടലിൻ്റെ വഴക്കം കൂട്ടാനും വ്യാഘ്രാസനം എങ്ങനെ ചെയ്യണം, ഇനി ഇതൊന്നുമല്ല ബട്ടക്സ് കുറച്ച് കുറഞ്ഞു പോയി, ഇനി അതിനെ ബട്ടക്സിനെ കുറച്ചുകൂടെ പുഷ്ടിപ്പെടുത്തണം എന്നുള്ളവർ എങ്ങനെ വ്യാഘ്രാസനം ഉപയോഗിക്കണം, എങ്ങനെ വിശദമായ ഒരു വീഡിയോയാണ്. നമുക്ക് തുടങ്ങാം. ആദ്യം വളരെ വ്യാപകമായി എല്ലാവരും ചെയ്യുന്ന ഒരു വ്യാഘ്രാസനത്തിൻ്റെ വേർഷൻ. നമുക്കാദ്യം അതിന് മാർജാരി ആസനത്തിലേക്ക് വരിക. മാർജാരി ആസനം നമ്മൾ ചെയ്യുമ്പോഴേക്ക് കൈപ്പത്തി ഷോൾഡറിൻ്റെ ലെവലിൽ, അപ്പോൾ നമ്മുടെ കൈകൾ വെർട്ടിക്കലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. അതുപോലെ മുട്ട് അരക്കെട്ടിൻ്റെ ലെവലിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് വലത് കാല് ശ്വാസം ഉള്ളിലേക്കെടുത്ത് മുകളിലേക്ക് ഉയർത്തുക, തല ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴേക്ക് മെല്ലെ മുട്ട് നെഞ്ചിലേക്ക് കൊണ്ടുവരിക, നെറ്റിത്തടം മുട്ടിന്മേൽ തൊടാൻ ശ്രമിക്കുക. ശ്വാസമെടുത്ത് വീണ്ടും മുകളിലേക്ക് വരിക, ശ്വാസം പുറത്തേക്ക് വിട്ട് തല താഴ്ത്തുക. ഓരോ തവണ വരുമ്പോഴും നമ്മുടെ നെറ്റിത്തടം പരമാവധി മുട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത് തന്നെ 5 തവണ ഓരോ വശത്തും ആവർത്തിക്കുക. വലതുവശത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇടതുവശത്ത് ചെയ്യുക. ഇങ്ങനെ 5 തവണ ആവർത്തിക്കുക. ഇത് നമ്മുടെ നട്ടലിൻ്റെ വഴക്കം കൂട്ടാനും ശരീരത്തിൻ്റെ മൊത്തത്തിലെ അരക്കെട്ടിലെ ടെൻഷനൊക്കെ ഒഴിവാക്കാനും ശരീരത്തിൽ മൊത്തത്തിൽ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മൂവ്മെൻറ്റാണ്. ഇനി ഗർഭിണികൾ എങ്ങനെ ചെയ്യണം? ഇപ്പോൾ നമ്മൾ ഒരു 3-4 മാസം കഴിഞ്ഞ് വയറ് കുറച്ച് വലുതായി വരുമ്പോഴേക്ക് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അവർക്ക് പിന്നിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇത് മാത്രം ഇങ്ങനെ ചെയ്യാം. താഴെ കൊണ്ടുവരിക, എന്നിട്ട് മറ്റേ കാല് ചെയ്യുക. ഇങ്ങനെ മാറി മാറി 5 തവണ ചെയ്യാം. ഇനി നടുവേദനയുള്ളവർ ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കുക. ഇപ്പോൾ വലത് കാല് ആദ്യം പിന്നിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് ഇടത് കൈ മുന്നിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ പരമാവധി കൈ മുന്നിലേക്കും കാല് പിന്നിലേക്കും പരമാവധി സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്കിൽ ഡയഗണലായിട്ട് നല്ലൊരു സ്ട്രെച്ച് കിട്ടും. നട്ടൽ കുറേ കൂടെ നിവരും. നട്ടലിലെ കണക്ട് ചെയ്യുന്ന പേശികൾ, മസിലുകളൊക്കെ കുറേ കൂടെ സ്ട്രെച്ച് ആവും. എന്നിട്ട് മാറി ചെയ്യുക. ഇങ്ങനെ മാറി മാറി 5-10 തവണ ചെയ്യാം. നടുവേദന ഉള്ളപ്പോഴേ ഒരുപാട് നല്ല ഗുണം കിട്ടും. ഇനി വേറെ രീതി, നമ്മൾ ഡൈനാമിക്കായിട്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ നിന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ബ്രീത്ത് ചെയ്യുക. അപ്പോൾ നമ്മുടെ നട്ടലുകളൊക്കെ മൂവ് ചെയ്ത് നല്ല ജാമായിട്ടിരിക്കുന്ന, കംപ്രസ്ഡ് ആയിട്ടുള്ള നട്ടലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന ശബ്ദം കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നിന്ന് നമുക്ക് 30 സെക്കൻഡോ 1 മിനിറ്റോ ഒക്കെ ബ്രീത്ത് ചെയ്യാം, ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്. ഓക്കെ. ഇനി അടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ബട്ടക്സ് കുറച്ച് കുറഞ്ഞു പോയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് കൂട്ടണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വ്യാഘ്രാസനം ചെയ്യേണ്ട രീതി, ആദ്യം ഒരു കാല് ഉയർത്തുക, എന്നിട്ട് നമ്മുടെ തുട തറയ്ക്ക് പാരലായിട്ട് കൊണ്ടുവന്നിട്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് മുകളിലേക്ക് ആയുക. ഇങ്ങനെ മുകളിലേക്ക് ആയുക. വളരെ ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 15 തവണ വീതം 2 വശത്തും ചെയ്യുക. അങ്ങനെ 3 റൗണ്ട് ചെയ്യേണ്ടി വരും ദിവസവും, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്താലും മതിയാകും. ഇനി അടുത്തത്, നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ളവർ, അല്ലെങ്കിൽ നല്ല ഫ്ലെക്സിബിലിറ്റി നേടണം എന്നാഗ്രഹമുള്ളവർക്കും കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യണമെന്നും ശരീരത്തിൻ്റെ ബാലൻസ് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യേണ്ട രീതി. വലത് കാല് ഉയർത്തുക, ഇടത് കൈ പിന്നിലേക്ക് കൊണ്ടുവന്ന് വലത് കാല് പിടിച്ച്
മുകളിലേക്ക് ഉയർത്തി തല ഉയർത്തുക. ഇവിടെ ഇങ്ങനെ നിന്ന് ബാലൻസ് ചെയ്ത് അധികം മൂവ്മെൻറ്റ്സ് ഇല്ലാതെ ബ്രീതിങ് ചെയ്യാനായിട്ട് പരിശീലിക്കുക. അതുപോലെ തന്നെ മറുവശത്തും ചെയ്യുക. ടെൻഷനൊന്നും വേണ്ട. വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ലൊരു പുഞ്ചിരിയോടുകൂടി, പുഞ്ചിരി മുഖത്ത് മാത്രമല്ല ഹൃദയത്തിനും കൂടെ വേണം, നല്ല പുഞ്ചിരിയോടുകൂടി പ്രാക്ടീസ് ചെയ്യുക. നിരവധി ഗുണങ്ങളുള്ള ഒരു പരിശീലനമാണ്. നമ്മുടെ നെഞ്ച് തുറക്കാനും നട്ടെല്ല് തുറക്കാനും ബാക്കിലെ മസിലുകളൊക്കെ സ്ട്രോങ് ആക്കി നടുവേദനയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും ബ്രീതിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനും ബാലൻസും കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പരിശീലനമാണ്. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടും ഡൈജസ്റ്റീവ് ഫയർ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഗുണം ചെയ്യുന്നൊരു പരിശീലനമാണ്. നന്നായിട്ട് മനസ്സിലാക്കുക, വീണ്ടും കാണുക. ഓരോ തവണ ഈ വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് കുറേ കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നന്നായിട്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ശാസ്ത്രമാണ് യോഗ. അതുകൊണ്ടാണ് ഇത്രയും വിശദമായി സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പ്രാക്ടീസ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്തേ.